ഹലോ എവരിവൺ, എല്ലാവർക്കും വിസൻസ് മെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷേപ്പിംഗ് മെഷീൻസിനെ പറ്റിയിട്ടാണ്. മെഷീനിങ് പ്രോസസ്സിനെ പറ്റിയിട്ട് നമുക്കറിയാം. മെഷീനിങ് പ്രോസസ്സിൽ നമുക്ക് ആവശ്യമില്ലാത്ത എക്സസ് ആയിട്ട് വരുന്ന മെറ്റൽസ് വർക്ക് പീസിൽ നിന്ന് കട്ടിംഗ് ടൂൾ യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുന്നു. പല ടൈപ്പ് മെഷീനിലും പല രീതിയിലായിരിക്കും എക്സസ് മെറ്റീരിയൽസ് റിമൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സസ് മെറ്റൽ റിമൂവ് ചെയ്യുന്നത്. ചില മെഷീൻസിൽ മെറ്റൽ റിമൂവ് ചെയ്യുന്നത് വർക്ക് പീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ടൂളിനെ ഫീഡ് ചെയ്തുകൊണ്ടായിരിക്കും. അതായത് വർക്ക് പീസ് സ്റ്റേഷനറിയും ടൂള് മൂവിങ്ങുമായിരിക്കും. ചില മെഷീൻസിന് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കാം. ടൂള് സ്റ്റേഷനറിയും വർക്ക് പീസ് മൂവിങ്ങുമായിരിക്കും. അതായത് ടൂളിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് പീസിനെ നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കും. ഇനി ചില മെഷീൻസിൽ രണ്ടും മൂവിങ് ആയിരിക്കും, റിലേറ്റീവ് മോഷൻ ഉണ്ടാവും, അത് രണ്ടും തമ്മിൽ. അതുപോലെയുള്ളൊരു മെഷീനാണ് ഷേപ്പിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇവിടെ വർക്ക് പീസ് സ്റ്റേഷനറി ആയിരിക്കും. ഈ സ്റ്റേഷനറി വർക്ക് പീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ടൂളിനെ ഫീഡ് ചെയ്ത് കൊടുക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ടൂള് റെസിപ്രൊക്കേറ്റ്സ് ഓവർ ദി വർക്ക് പീസ് ടു റിമൂവ് എക്സസ് മെറ്റൽ. അപ്പോൾ ഇവിടെയുള്ള ടൂള് നമ്മുടെ വർക്ക് പീസിന് ഓവറായിട്ട് അല്ലെങ്കിൽ വർക്ക് പീസിന് മുകളിലൂടെ റെസിപ്രൊക്കേറ്റ് ചെയ്ത് കട്ടിംഗ് ആക്ഷൻ കൊണ്ടുവരുന്നു. ആ രീതിയിൽ അവിടുന്ന് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നു. ഇനി നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു മെഷീനുമായിട്ട് നമ്മുടെ ഷേപ്പിംഗ് മെഷീൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഏതാണ്? മദർ ഓഫ് മെഷീൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന ലെയ്ത്ത് മെഷീൻ. അപ്പോൾ ലെയ്ത്തിൽ നമ്മൾ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള കമ്പാരിസൺ അല്ല ഇത്, ജസ്റ്റ് ഒരു സർഫസ് ലെവലിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. ലെയ്ത്തിൽ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് അവിടെ ഏത് ടൈപ്പ് സർഫസ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ വർക്ക് പീസ് സിലിണ്ട്രിക്കൽ സർഫസ് ആയിട്ടുള്ള വർക്ക് പീസുകളാണ് അവിടെ നമ്മൾ കട്ടിംഗ് ആക്ഷൻസ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലേ? ഒരു വർക്ക് പീസിനെ നമ്മൾ ചക്കിൽ ഹോൾഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് യൂസ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുന്നു. അത് റൊട്ടേറ്റിംഗ് ആയിരിക്കും, അത് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ടൂളിനെ ഫീഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സിലിണ്ട്രിക്കൽ വർക്ക് പീസ് ആയിരിക്കും. പിന്നെ പല ഓപ്പറേഷൻസ് നമ്മൾ അതിനകത്ത് ചെയ്യുന്നുണ്ട്, ഡ്രില്ലിംഗ് ഓപ്പറേഷനും റീമിങ്, അങ്ങനെ പല ടൈപ്പ് ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ബേസിക്കലി നമുക്കൊരു സിലിണ്ട്രിക്കൽ വർക്ക് പീസ് ആണ് ഒരു ലെയ്ത്ത് മെഷീനിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ലെയ്ത്ത് മെഷീൻ്റെ നമുക്കറിയാം, അതിൻ്റെ ഒരു സ്ട്രക്ചർ, അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയുന്നത് കുറച്ച് എന്താണ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ്, അതുപോലെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ്. പക്ഷേ ഷേപ്പിംഗ് മെഷീനിലേക്ക് വരുമ്പോൾ, ഇപ്പം നിങ്ങൾ അതിൻ്റെ ഒരു റിയൽ ടൈം ഫിഗർ സ്ക്രീനിൽ കണ്ടിരുന്നു. ഷേപ്പിംഗ് മെഷീനിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി എന്താണ് സിമ്പിളാണ്, കുറച്ചുകൂടി എക്കണോമിക്കലാണ്, ഈസിയർ ആണ്. വർക്ക് സെറ്റിങ്ങും അതുപോലെ തന്നെ ടൂളിംഗ് ഒക്കെ വളരെ ഈസിയർ ആണ്, ചീപ്പറുമാണ്. സോ ബേസിക്കലി ഒരു ഷേപ്പിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഫ്ലാറ്റ് സർഫസുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രൈമറിലി അത് ഫ്ലാറ്റ് സർഫസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അത് ഫ്ലാറ്റ് സർഫസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഫ്ലാറ്റ് സർഫസ് ആവാം, വെർട്ടിക്കൽ ആയിട്ടുള്ള സർഫസ് ആവാം, അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സർഫസ് ആവാം. ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഇൻക്ലൈൻഡുമായിട്ടുള്ള ഫ്ലാറ്റ് സർഫസുകൾ നമുക്ക് ഷേപ്പർ മെഷീൻ യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളാണ്. ലെയ്ത്തിൽ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളും അതുപോലെ തന്നെ മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളും യൂസ് ചെയ്യാം. പക്ഷേ ഷേപ്പിംഗ് മെഷീനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളാണ്. ഈ ടൂള് ഒരു റാമിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ടൂൾ പോസ്റ്റ് ഒക്കെ വഴി മൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ഈ റാം റെസിപ്രൊക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ടൂള് റെസിപ്രൊക്കേറ്റിംഗ് ചെയ്യുന്നു, അതായത് റാം റെസിപ്രൊക്കേറ്റ് ചെയ്ത് നമ്മുടെ വർക്ക് പീസിൻ്റെ മുകളിലൂടെ റെസിപ്രൊക്കേറ്റ് ചെയ്ത് വർക്ക് പീസിൽ നിന്നും എക്സസ് ആയിട്ടുള്ള മെറ്റലിനെ റിമൂവ് ചെയ്ത് കളയും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, റെസിപ്രൊക്കേറ്റ് ചെയ്യുമ്പോൾ ഫോർവേഡ് ബാക്ക് ആ രീതിയിലുള്ള മോഷനാണ് വരുന്നത്, അതായത് ടു ആൻഡ് ഫ്രോ മോഷനാണ് അവിടെ വരിക. പക്ഷേ ഇതിൽ ഫോർവേഡ് സ്ട്രോക്കിൽ മാത്രമായിരിക്കും മെറ്റൽ റിമൂവ് ആവുന്നത്, അല്ലെങ്കിൽ മെറ്റീരിയൽ റിമൂവ് ആവുന്നത്. റിവേഴ്സ് സ്ട്രോക്ക് അല്ലെങ്കിൽ റിട്ടേൺ സ്ട്രോക്കിൽ മെറ്റൽ ഒന്നും റിമൂവ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ റിട്ടേൺ സ്ട്രോക്ക് എപ്പോഴും ഐഡിയൽ ആയിരിക്കും. ഇനി റിട്ടേൺ സ്ട്രോക്കിലും കട്ട് ചെയ്യുന്ന ഷേപ്പിംഗ് മെഷീൻസ് ഉണ്ട്, അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഡ്രോ കട്ട് മെഷീൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റിട്ടേൺ സ്ട്രോക്കിലും മെറ്റൽ റിമൂവ് ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്.
പക്ഷേ ബേസിക്കലി ഒരു ഷേപ്പിംഗ് മെഷീനിൽ ഫോർവേഡ് സ്ട്രോക്കിലായിരിക്കും മെറ്റൽ റിമൂവ് ആവുന്നത്. റിട്ടേൺ സ്ട്രോക്കിൽ മെറ്റൽ ഒന്നും റിമൂവ് ആവുന്നില്ല, അല്ലെങ്കിൽ മെറ്റീരിയൽ റിമൂവ് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ പാർട്ടായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി വരുന്നത് നമ്മുടെ ഷേപ്പിംഗ് മെഷീൻ്റെ കൺസ്ട്രക്ഷൻ ആണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് പറയുമ്പോൾ നമ്മുടെ ലെയ്ത്ത് മെഷീൻസ് ഒക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് പറയാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് എല്ലാ ഒരു മെഷീൻസ് നമ്മൾ പറയുമ്പോൾ ബേസിക്കലി അതിൽ വരുന്ന ഒരു പാർട്ടാണ്, അല്ലെങ്കിൽ ആദ്യം നമ്മൾ പറയുന്ന ഒരു പാർട്ടാണ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ബേസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ നിന്ന് നമുക്കറിയാം എന്താണ് ഈ ഷേപ്പർ മെഷീൻ്റെ എല്ലാ പാർട്ടുകളെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോർഷനാണ് ബേസ് എന്ന് പറയുന്നത്. കാസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ വളരെ റിജിഡ് ആയിരിക്കും. ഫ്ലോറിൽ നമ്മൾ വച്ചിരിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ മെഷീൻ്റെ സൈസിനനുസരിച്ച് നമ്മുടെ ബേസിൻ്റെ സൈസിലും വ്യത്യാസം വരുന്നു. ബേസിക്കലി എന്താണ് ഉദ്ദേശിക്കുന്നത്, ബേസ് ആയിരിക്കും എല്ലാ പാർട്ടുകളെയും സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, കാസ്റ്റ് ചെയ്യാൻ വെച്ചായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്, വളരെ റിജിഡ് ആയിരിക്കും. ഫ്ലോറിലേക്ക് നമ്മൾ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നൊരു പാർട്ടാണ് കോളം. ഈ ബേസിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പോർഷനാണ് കോളം. അതായത് വെർട്ടിക്കലി നമ്മൾ ബേസിലേക്ക് എന്ത് ചെയ്തേക്കുന്നു, മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ റാമിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ, റാമിലുള്ള മെക്കാനിസംസ്, റാം റെസിപ്രോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസംസ് എല്ലാം നമ്മുടെ കോളത്തിലായിരിക്കും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റാമിനെ റെസിപ്രോക്കേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ റാം റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത് ഈ ഗൈഡ് വേസ് വഴിയായിരിക്കും. അപ്പോൾ ഈ ഗൈഡ് വേസ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണ്, കോളത്തിലേക്കാണ്. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഗൈഡ് വേ നിങ്ങൾക്ക് കാണാം, അതുപോലെ തന്നെ വെർട്ടിക്കൽ ആയിട്ടുള്ള ഗൈഡ് വേയും കാണാം. ഹൊറിസോണ്ടൽ ഗൈഡ് വേയിലാണ് നമ്മുടെ റാം റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വെർട്ടിക്കൽ ഗൈഡ് വേ നമ്മൾ കൊടുത്തിരിക്കുന്നത്, അവിടെ വർക്ക് ടേബിൾ ഉണ്ട്. ആ വർക്ക് ടേബിളിനെ മുകളിലേക്കും താഴേക്കും അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്ന വെർട്ടിക്കൽ ഗൈഡ് വേസ്. ഓക്കെ, ഇതാണ് വർക്ക് ടേബിൾ. വർക്ക് ടേബിൾ നമുക്ക് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ വെർട്ടിക്കൽ ഗൈഡ് വേ കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വർക്ക് ടേബിളിനെ സപ്പോർട്ട് ചെയ്യുന്ന, വർക്ക് ടേബിളിൻ്റെ ആ സ്ലൈഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു മെമ്പറാണ്. പിന്നെ ഇതുപോലെ ഒരു ഹാൻഡ് വീൽ അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇതിന് നമ്മൾ പറയുന്നത് എലിവേറ്റിംഗ് ഹാൻഡ് വീൽ എന്നാണ്. എലിവേറ്റിംഗ് ഹാൻഡ് വീലിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, പേര് പോലെ തന്നെ വർക്ക് ടേബിളിനെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വർക്ക് ടേബിളിനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എലിവേറ്റിംഗ് ഹാൻഡ് വീൽ നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മളൊരു എലിവേറ്റിംഗ് സ്ക്രൂ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ സ്ക്രൂ വഴിയാണ് ഈ ഒരു മോഷൻ നമുക്കവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ വേറൊരു ഹാൻഡ് വീലും കൂടി ഉണ്ട്. അതിനെ നമ്മൾ പറയുന്നത് ക്രോസ് സ്ലൈഡ് ഹാൻഡ് വീലാണ്. അതായത് ക്രോസ് മൂവ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് കൂടാതെ എന്താണ്, ഒരു ക്രോസ് മൂവ്മെന്റും കൂടി നമുക്ക് വേണം. വർക്ക് ടേബിളിനെ ക്രോസ് ആയിട്ട് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ക്രോസ് സ്ലൈഡ് ഹാൻഡ് വീൽ കൊടുത്തിരിക്കുന്നത്. അവിടെ ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് ലീഡ് സ്ക്രൂ ആണ്. ഓക്കെ, ലെയ്ത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ലീഡ് സ്ക്രൂ ആണ്, അല്ലെങ്കിൽ ക്രോസ് ഫീഡ് സ്ക്രൂ എന്ന് നമ്മൾ പറയും. അപ്പോൾ ആ സ്ക്രൂ വഴിയായിരിക്കും ആ ഒരു മോഷൻ അവിടെ നമുക്ക് കിട്ടുന്നത്. ഇനി വരുന്നത് വൈസ് ആണ്, അതായത് മെഷീൻ വൈസ്. ഈ മെഷീൻ വൈസ് നമ്മുടെ വർക്ക് ടേബിളിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ ബ്ലാക്ക് ഷേപ്പിൽ 2 സ്ലോട്ടുകൾ കൊടുത്തേക്കുന്നത് ഫില്ലായി. അത് T സ്ലോട്ടുകളാണ്. ഈ T സ്ലോട്ടുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ മെഷീൻ വൈസിന് നമുക്ക് കറക്റ്റായിട്ട് വർക്ക് ടേബിളിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെഷീൻ വൈസിലായിരിക്കും എന്ത് നമ്മൾ വയ്ക്കുന്നത്, വർക്ക് പീസ് വയ്ക്കുന്നത്. വർക്ക് പീസ് നമ്മൾ മെഷീൻ വൈസിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുന്നു. ഈ മെഷീൻ വൈസ് എങ്ങനെയാണ് വർക്ക് ടേബിളിലേക്ക് കണക്ട് ചെയ്യുന്നത്, T സ്ലോട്ടുകൾ വഴിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വർക്ക് ടേബിളിന്റെ മൂവ്മെന്റ് മുകളിലേക്കും താഴേക്കുള്ള മൂവ്മെന്റ് ആണ്, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ആണ്. അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് എലിവേറ്റിംഗ് ഹാൻഡ് വീൽ വെച്ചിട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ ക്രോസ് സ്ലൈഡ് ഹാൻഡ് വീൽ വെച്ചിട്ട് നമുക്ക് ക്രോസ് മൂവ്മെന്റും വർക്ക് ടേബിളിന് കൊടുക്കാൻ സാധിക്കും. അതിനനുസരിച്ച് നമുക്ക് വർക്ക് പീസിനെ അല്ലെങ്കിൽ മെഷീൻ വൈസിനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പൊസിഷനിൽ കൃത്യമായിട്ട് കൊണ്ടുവന്ന് വെക്കാം. അതിനനുസരിച്ച് നമുക്ക് മെഷീനിങ് ഓപ്പറേഷൻസും നടത്താൻ സാധിക്കും. ഇനി വരുന്നതാണ് റാം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു റാം മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ഒരു ഗൈഡ് വേസ് കൊടുത്തിരിക്കുന്നത്, ഹൊറിസോണ്ടൽ ഗൈഡ് വേസ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മൂവ്മെന്റ്, ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ് നമുക്കവിടെ റാമിൽ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഒരു സ്വിവൽ ബേസ് ആണ്. റാമിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന സ്വിവൽ ബേസ് ആണ്. അപ്പോൾ സ്വിവൽ ബേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു സ്വിവൽ ബേസ് യൂസ് ചെയ്തിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു ടൂൾ ഹെഡ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഈ കാണുന്നൊരു ടൂൾ ഹെഡ് ആണ്, അല്ലെങ്കിൽ അതിനെ വെർട്ടിക്കൽ സ്ലൈഡ് എന്ന് നമ്മൾ പറയും. അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ടൂളിനെയൊക്കെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതൊരു ആംഗിളിലേക്ക് വേണമെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും.
ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഇൻട്രൊഡക്ഷൻ പാർട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ഫ്ലാറ്റ് സർഫസുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷേപ്പർ മെഷീൻ യൂസ് ചെയ്യുന്നത്. ഈ ഫ്ലാറ്റ് സർഫസ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ സർഫസ് ആവാം, വെർട്ടിക്കൽ സർഫസ് ആവാം, അത് കൂടാതെ എന്തും കൂടി ആവാം, ഇൻക്ലൈൻഡ് സർഫസും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻക്ലൈൻഡ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്വിവൽ ബേസിന്റെ യൂസ് അവിടെ വരുന്നത്. സ്വിവൽ ബേസിൽ ഗ്രാജുവേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അത് ആക്ച്വലി ഇപ്പോൾ നമ്മൾ ഫിഗറിൽ കാണുമ്പോൾ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു പോർഷൻ ആയിട്ടാണ് കാണുന്നത്. പക്ഷേ നമ്മൾ റിയൽ ടൈം ആയിട്ട് വരുമ്പോൾ അതൊരു സർക്കിളാണ്. ഓക്കെ, അതായത് ചുറ്റും ഗ്രാജുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രൊട്രാക്ടറൊക്കെ പോലെ തന്നെ, അല്ലെങ്കിൽ പ്രോ സർക്കിളൊക്കെ പോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ടൂൾ ഹെഡിനെ ഒരു പ്രത്യേക ആംഗിളിൽ സെറ്റ് ചെയ്യാം. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കട്ടിങ് ഓപ്പറേഷൻ നടത്താൻ സാധിക്കും. അപ്പോൾ ഈ ടൂൾ ഹെഡിന്റെ മൂവ്മെന്റ്, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് പോസിബിൾ ആണ് എന്ന് ഞാൻ പറഞ്ഞു. ദെൻ ടൂൾ ഫീഡ് ഹാൻഡ് വീൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു മൂവ്മെന്റ് അവിടെ കൊണ്ടുവരാൻ സാധിക്കും. അത് ലോക്ക് ചെയ്ത് വെക്കാനും സാധിക്കും നോർമലി നമ്മൾ കട്ടിങ് ഓപ്പറേഷൻ നടത്തുമ്പോൾ. അതായത് ടൂൾ ഹെഡിനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്തിട്ടായി നമുക്ക് കട്ടിങ് നടത്താം. അതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഇനി ടൂൾ ഹെഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ക്ലാപ്പർ ബോക്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഷേപ്പർ മെഷീനെ പറ്റി നമ്മൾ പറയുമ്പോൾ ക്ലാപ്പർ ബോക്സിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണം. കാരണം അതിൻ്റെ അതൊരു പ്രത്യേക ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. എന്തായിരിക്കും, നമ്മൾ റാമിന് ടു ആൻഡ് ഫ്രോ മോഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതുകൂടാതെ ഫോർവേഡ് സ്ട്രോക്കിലാണ് കട്ടിങ് നടക്കുന്നത്, റിട്ടേൺ സ്ട്രോക്കിൽ കട്ടിങ് നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ക്ലാപ്പർ ബോക്സിലേക്കായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്, ടൂൾ പോസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഈ ടൂൾ പോസ്റ്റിലായിരിക്കും എന്ത് കണക്ട് ചെയ്യുന്നത്, ഒബ്വിയസ്ലി ടൂൾ കണക്ട് ചെയ്യുന്നത് ടൂൾ പോസ്റ്റിലായിരിക്കും. അപ്പോൾ ഫോർവേഡ് മോഷനിൽ നമ്മൾ സാധാരണ പറഞ്ഞ പോലെ തന്നെ കട്ടിങ് ഓപ്പറേഷൻ നടക്കുന്നു. റിട്ടേൺ സ്ട്രോക്കിൽ കട്ടിങ് ഓപ്പറേഷൻ നടക്കുന്നില്ല. പക്ഷേ റിട്ടേൺ സ്ട്രോക്കിൽ വരുമ്പോൾ നമ്മുടെ ടൂള് വർക്ക് പീസിൽ ഒരയാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ടൂളിനും കേടാണ്, വർക്കിനും ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ക്ലാപ്പർ ബോക്സ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ടൂളിനെ ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കും റിട്ടേൺ സ്ട്രോക്കിൽ. ഓക്കെ, നമ്മൾ റിട്ടേൺ സ്ട്രോക്കിലേക്ക് വരുമ്പോൾ ക്ലാപ്പർ ബോക്സ് ജസ്റ്റ് ടൂളിനെ ഒന്ന് ഇവിടുന്ന് ജസ്റ്റ് ഈ ഒരു ഡയറക്ഷനിൽ ചെറുതായിട്ടൊന്ന് മുകളിലേക്കൊന്ന് ലിഫ്റ്റ് ചെയ്യും, റിട്ടേൺ സ്ട്രോക്കിൽ മാത്രം. ഓക്കെ, റിട്ടേൺ സ്ട്രോക്കിൽ വരുമ്പോൾ, അപ്പോൾ റിട്ടേൺ സ്ട്രോക്കിൽ വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്യുന്നു ഈ ഒരു സ്ട്രോക്കിൽ. ഓക്കെ, ഈ ഒരു ഡയറക്ഷനിൽ വരുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്യുന്ന കാരണം ടൂൾ ഈ വർക്ക് പീസിൽ തട്ടില്ല, അതുപോലെ തന്നെ വർക്ക് പീസ് ടൂളിലും തട്ടില്ല. ഫോർവേഡ് സ്ട്രോക്കിൽ മാത്രം ഇവിടെ കട്ടിങ് നടക്കുന്നു. അപ്പോൾ ആ രീതിയിലാണ് ഈ ക്ലാപ്പർ ബോക്സ് ൻ്റെ പ്രയോജനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട പാർട്ടുകൾ ഇതൊക്കെയാണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് നമുക്ക് പറയുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് കൂടാതെ നമുക്ക് വേറെ ചില ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഷേപ്പർ മെഷീനെ കാണുമ്പോഴത്തേക്കും വേറെയും ചില പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. എന്നാലും ബേസിക്കലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഏതൊക്കെയാണ്, ബേസ് ഉണ്ട്, ബേസാണ് എല്ലാ ഒരു പോർഷനെ സപ്പോർട്ട് ചെയ്യുന്നത്. ദെൻ കോളം ഉണ്ട്, കോളത്തിലായിരിക്കും മെക്കാനിസംസ് ഒക്കെ ഇരിക്കുന്നത്. റാമിന് മൂവ് ചെയ്യിപ്പിക്കാനുള്ള മെക്കാനിസംസ് ഒക്കെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ വർക്ക് ടേബിളിന് മൂവ് ചെയ്യിപ്പിക്കാനുള്ള മെക്കാനിസം ഒക്കെ കോളത്തിലായിരിക്കും ഇരിക്കുന്നത്. കോളത്തിലേക്കായിരിക്കും നമ്മൾ ഗൈഡ് ബേസ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഗൈഡ് ബേസിന്റെ മുകളിലാണ് ഹൊറിസോണ്ടൽ ഗൈഡ് ബേസും ഉണ്ട്, വെർട്ടിക്കൽ ഗൈഡ് ബേസും ഉണ്ട്. ഈ ഗൈഡ് ബേസിന്റെ മുകളിലാണ് റാം റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ വർക്ക് ടേബിൾ മൂവ് ചെയ്യുന്നത്. വർക്ക് ടേബിളിലേക്ക് നമ്മൾ ടി സ്ലോട്ട് യൂസ് ചെയ്തിട്ട് മെഷീൻ വൈസിനെ കണക്ട് ചെയ്തിരിക്കുന്നു. മെഷീൻ വൈസിലായിരിക്കും വർക്ക് വയ്ക്കുന്നത്. ഈ വർക്ക് ടേബിളിൽ നമുക്ക് എലിവേറ്റിംഗ് ഹാൻഡ് വീൽ യൂസ് ചെയ്തിട്ട് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മൂവ് ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ ക്രോസ് സ്ലൈഡ് ഹാൻഡ് വീൽ യൂസ് ചെയ്തിട്ട് ക്രോസ് മൂവ്മെന്റും ചെയ്യിപ്പിക്കാൻ സാധിക്കും. റാം മൂവ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണ്, അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് അല്ലെങ്കിൽ ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്. റാമിലേക്കായിരിക്കും സിവൽ ബേസ് അതുപോലെ തന്നെ ടൂൾ ഹെഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. ടൂൾ ഹെഡിലെ ക്ലാപ്പർ ബോക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്, റിട്ടേൺ സ്ട്രോക്ക് വരുമ്പോൾ നമ്മുടെ ടൂള് വർക്ക് പീസിൽ ടച്ച് ചെയ്ത് അല്ലെങ്കിൽ ഇടിക്കുകയോ അങ്ങനെയുള്ള ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലാപ്പർ ബോക്സ് ചെയ്യുന്ന എന്താണ്, ടൂളിനെ ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജിനെ ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, റിട്ടേൺ സ്ട്രോക്കിൽ മാത്രം. ഫോർവേഡ് സ്ട്രോക്കിൽ നോർമൽ ആയിട്ടുള്ള കട്ടിങ് നടക്കുന്നു. ഇനി സ്വിവൽ ബേസ് എന്തിനാണ് കൊടുത്തിരിക്കുന്നത്, ഇൻക്ലൈൻഡ് കട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആംഗിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വിവൽ ബേസ് കൊടുത്തിരിക്കുന്നത്. ടൂൾ ഫീഡ് ഹാൻഡ് വീൽ യൂസ് ചെയ്തിട്ട് ടൂൾ ഹെഡിനെ നമുക്ക് എന്ത് ചെയ്യാം, താഴേക്കോ അല്ലെങ്കിൽ മുകളിലേക്കൊക്കെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി
നെക്സ്റ്റ് നമുക്കിതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ വർക്കിംഗ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ബേസിക്കലി എന്താണ് നടക്കുന്നതെന്ന്. മെക്കാനിസംസ് ഒന്നും അല്ല നമ്മളോട് ഉദ്ദേശിക്കുന്നത്, ജസ്റ്റ് എന്താണ് ഒരു വർക്കിംഗ് ആയിട്ട് എന്താണ് നടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു വർക്ക് ടേബിൾ ഉണ്ട്. അപ്പോൾ വർക്ക് ടേബിളിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്. ഓക്കെ, ഇതുപോലെ അപ്പ് ആൻഡ് ഡൗൺ നമ്മുടെ ആ ഒരു എലിവേറ്റിംഗ് ഹാൻഡ് വീൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് അവിടെ പോസിബിൾ ആണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രോസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്, ഈ ഒരു ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റും നമുക്ക് ഈ ഒരു ഹാൻഡ് വീൽ യൂസ് ചെയ്തിട്ട് അവിടെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ മെഷീൻ വൈസിനെ കൃത്യമായിട്ടുള്ളൊരു പൊസിഷനിൽ എത്തിക്കാൻ സാധിക്കും. മെഷീൻ വൈസ് നമ്മുടെ വർക്ക് ടേബിളിൽ കണക്ട് ചെയ്തിരിക്കുന്നത് T സ്ലോട്ടുകൾ വഴിയാണ്. അപ്പോൾ വർക്ക് പീസ് കൃത്യമായ ഒരു പൊസിഷനിൽ എത്തുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ റാമിനെ മൂവ് ചെയ്യിപ്പിക്കും. റാമിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് മോഷനാണ്. അപ്പോൾ ഇതുപോലെ റാം എന്ത് ചെയ്യുന്നു? നമ്മുടെ വർക്ക് പീസിനെ അഗെയിൻസ്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു, റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്കിവിടെ എന്ത് ചെയ്യും? കട്ടിങ് ഓപ്പറേഷൻ നടക്കും. അപ്പോൾ റിട്ടേൺ സ്ട്രോക്കിൽ വരുമ്പോഴേ ക്ലാപ്പർ ബോക്സ് പതുക്കെ എന്ത് ചെയ്യും? ടൂളിനെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ രീതിയിലായിരിക്കും ഇതിനകത്ത് വർക്കിംഗ് നടക്കുന്നത്. പിന്നെ ഈ ഷേപ്പറിൻ്റെ ഒരു സൈസ് നമ്മൾ പറയുന്നത് നോർമലി മാക്സിമം ലെങ്ത് ഓഫ് സ്ട്രോക്ക് ഓഫ് ദ റാം ആണ്. ഓക്കെ, അത് വെച്ചിട്ടായിരിക്കും ഷേപ്പറിൻ്റെ സൈസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. സാധാരണ ഒരു കോമൺ സൈസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 175 mm മുതൽ 900 mm വരെയുള്ളൊരു ഷേപ്പ് റേഞ്ച് സൈസസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു മെക്കാനിസംസ് അല്ലെങ്കിൽ ഈ ഒരു മോഷൻസ് പോസിബിൾ ആവാൻ വേണ്ടിയിട്ട് പല ടൈപ്പ് മെക്കാനിസംസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഫോർവേഡ് സ്ട്രോക്കിൽ മാത്രമാണ് കട്ടിങ് നടക്കുന്നത്, റിട്ടേൺ സ്ട്രോക്കിൽ കട്ടിങ് ഒന്നും നടക്കുന്നില്ല. റിട്ടേൺ സ്ട്രോക്ക് ഐഡിയൽ ആയിരിക്കും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ സ്ട്രോക്ക് എന്തായിരിക്കും? കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും, അല്ലേ? റിട്ടേൺ സ്ട്രോക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും, കാരണം അവിടെ കട്ടിങ് നടക്കുന്നില്ല അല്ലെങ്കിൽ വർക്ക് പീസുമായിട്ട് കോൺടാക്റ്റ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ റിട്ടേൺ സ്ട്രോക്ക് ഫാസ്റ്റ് ആയിരിക്കും, ഫോർവേഡ് സ്ട്രോക്ക് കുറച്ച് സ്ലോ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം റിട്ടേൺ സ്ട്രോക്ക് ഫാസ്റ്റ് അല്ലെങ്കിൽ ക്വിക്ക് റിട്ടേൺ ആയിരിക്കും. സോ ഈ ക്വിക്ക് റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മെക്കാനിസംസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ ക്വിക്ക് റിട്ടേൺ മെക്കാനിസംസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് മൂന്ന് ടൈപ്പ് മെക്കാനിസംസ് ആണ് ഒരു ഷേപ്പർ മെഷീനിൽ യൂസ് ചെയ്യാറ്. ക്രാങ്ക് ആൻഡ് സ്ലോട്ടൽ ലിവർ മെക്കാനിസം, വിറ്റ്വർത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം, പിന്നെ ഹൈഡ്രോളിക് മെക്കാനിസംസ്. അപ്പം ഇങ്ങനെ 2-3 ടൈപ്പ് മെക്കാനിസംസ് യൂസ് ചെയ്തിട്ടായിരിക്കും ഈ റാമിൻ്റെ ക്വിക്ക് റിട്ടേൺ നമ്മളിവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് പറഞ്ഞത് ഇൻട്രഡക്ഷൻ പാർട്ടായിരുന്നു. ഷേപ്പർ മെഷീൻ എന്താണെന്ന് പറഞ്ഞു, അതിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു, പ്രധാനപ്പെട്ട പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്ര എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.